ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഉണരും മുമ്പ് വിളിക്കരുതെന്ന് ജോമൻ പറഞ്ഞിരുന്നു. അവനെവിടെ? പുറത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് ജോമൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം വാ. Good morning, sir. ഗുഡ് മോർണിംഗ് അക്ക. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അപ്പം നീ കസേരയിലോട്ട് ഇരുന്നേ. ഇരിക്കപ്പ. ഈ മുസ്താഖ് ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവനീ കാണുന്ന പോലെ ഒന്നുമല്ല. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA എടുത്തിട്ടുള്ള ആളാ. MBA ശരിക്കും പാസ്സായിരുന്നു കേട്ടോ. ഇപ്പം തിരുപ്പൂരിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ബിസിനസ്സാണ്. അന്നാ ബൈക്കും കടയും വിറ്റ കാശുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. അതിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ കമ്പനിയിൽ പാർട്ട്ണറായി. TV-യിലും പത്രങ്ങളിലുമൊക്കെ പലതരം ദുരന്തങ്ങളുടെ വാർത്ത കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കും. ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, സുനാമി, എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. ഒരു ഭൂപ്രദേശം തന്നെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവും. പക്ഷേ വീണ്ടും തുടങ്ങാൻ വേണ്ടി ഒരു പുൽക്കൊടി അങ്ങേര് ബാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലേടാ? മുഷ്താഖെ, ഞാനിവിടെ ഇരുന്നൊരു സിഗരറ്റ് വലിച്ചോട്ടെ? അയ്യോ, അതിനെന്താ? നമുക്കിനി എല്ലാം ശരിയാക്കണം അപ്പ. ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പൻ്റെ ജോമോൻ ഇനി മുടിയനായ പുത്രനായിരിക്കില്ല. നാളെ മുതൽ ഞാൻ കൃത്യമായ കമ്പനിയിൽ വരും, ഇവനൊരു സഹായമായിട്ട്. അല്ലാണ്ട് മുസ്താഖെ? അതെ അതെ. അപ്പോൾ എനിക്കൊന്ന് റിലാക്സ് ചെയ്യാലോ. അപ്പ ഞാൻ ഇറങ്ങാണേ. നിക്ക്. ഇതെന്താ? ഇനി മുതൽ ഹോട്ടൽ ഫുഡ് വേണ്ട. ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാന്നല്ലോ. ഇനി മുതൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഇന്നറിയും. നീ ആദ്യം കഴിച്ചു നോക്ക്. ശരി അപ്പ. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മെയിലെല്ലാം അണിച്ചിരുന്നേ സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ അകത്തുണ്ടോ? ക്ലയൻസ് ഒരുപാട് പേരുണ്ടല്ലോ പറയട്ടെ. എല്ലാവരും ഓർഡർ തരാൻ വന്നായിരിക്കും അല്ലേ? അവർ നമ്മുടെ ക്ലയൻ്റ് അല്ല സാർ, നമ്മൾ അവരെ ക്ലയൻ്റാ. ഞാൻ വിളിക്കാം, സാറ് തന്നെ സംസാരിക്കും. சார், நான் அட்லஸ் டூர்ஸ் அண்ட் ட்ராவல்ஸ் கம்பெனி மேனேஜர். முஸ்டாக் சார் ட்ராவல் பண்ண டோட்டல் டியூ 12 லட்சம் ஆயிடுச்சு சார். ஹாய் சார், நான் சுந்தரம் கார் ஃபினான்ஸ் மேனேஜர் சார். 3 மாதமாக எங்களுக்கு இன்ஸ்டால்மெண்ட்ஸ் வரவே இல்லை சார். மெட்டீரியல் சப்ளை செஞ்சதில் உங்கள் கம்பெனியில் கொடுத்த செக் எல்லாம் பவுன்ஸ் ஆகிடுச்சு சார். சார், நான் என் பார்ட்னர்கிட்ட பேசி அடுத்த வாரத்துக்குள்ளே எல்லாம் செட்டில் பண்ணுறேன் சார். இப்போ நீங்கள் கொஞ்சம் போயிட்டு வாங்க. ഓർഡർ എടുക്കാനാണെന്നും പറഞ്ഞ് എപ്പോഴും വേൾഡ് ടൂറാണ് സാർ. ബിസിനസ് ക്ലാസ്സിലെ യാത്ര ചെയ്യും, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, വില കൂടിയ കാറേ ഓടിക്കും. കമ്പനിയുടെ റിയൽ സിറ്റുവേഷനായി മാച്ച് ചെയ്യാത്ത ഇമാജിനറി വേൾഡാണ് പുള്ളിയുടെ ലൈഫ്. മൂപ്പരായിട്ട് കൊണ്ടുവന്ന കാശ് മുഴുവൻ പൊടിച്ചു കളഞ്ഞു. അപ്പോഴാ കുറേ കാശും കൊണ്ട് സാറിൻ്റെ വരവ്. ഐ ആം വെരി സോറി ടു സേ ദിസ് ഈസ് എ സിങ്കിങ് ഷിപ്പ്. ഈ കമ്പനിയിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് സാർ. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുക, മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ജോലി നോക്കിയേ പറ്റൂ. സാറൊരു പാവാൻ തോന്നിയോണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. Ah!
എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. നീ കിടന്ന് മൂങ്ങി നിന്റെ തലമണ്ട ചവിട്ടി പൊട്ടിക്കും. അവസാനത്ത് പിടിവള്ളിയും കൈവിട്ട് പോയത് പാവപ്പുറം ഞാൻ എങ്ങനെ പറയാൻ കർത്താവേ. ആ വാ. എന്താണ് നിനക്കൊരു ക്ഷീണം? ഒന്നുമില്ല. ആ, ജീവിതത്തിൽ ആദ്യമായിട്ട് പണിയെടുക്കുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും നല്ല ചൂട് പുട്ടും ഉഗ്രൻ ചിക്കൻ കറിയും റെഡി. അടിപൊളി. പണ്ട് പർച്ചേസിന് പോകുന്ന കാലത്ത് വാടക വീട്ടിൽ താമസിക്കുമ്പം നിന്റെ അമ്മച്ചി എഴുതി തന്നയക്കാറുള്ള ചില പാചകക്കുറിപ്പുകൾ പരീക്ഷിക്കും. അതിലൊരു ഐറ്റം ആയത് എങ്ങനെയുണ്ട്? എൻ്റെ അമ്മച്ചി റെസിപ്പി അല്ലേ, നല്ല ടേസ്റ്റാ. അപ്പോൾ അപ്പം പുറത്തായോ? തിരക്കഥ അമ്മച്ചിയാണെങ്കിലും സംവിധാനം അപ്പൻ്റെ അല്ലേ, പൊളിച്ചു. തിരുപ്പൂര് നല്ല മലയാളി ഹോട്ടലൊന്നുമില്ല, ഒരു കൈ നോക്കിയാലോടാ. ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. ജോമോനെ, നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, ഇപ്പോൾ ഉള്ളതൊക്കെ നേരാക്കിയിട്ട് പോരെ അടുത്ത പരിപാടി ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാനിന്ന് ആൽഫിയെ വിളിച്ചിരുന്നു. ആളൊരു മൂരാച്ചിയാണെങ്കിലും കേസ് നടത്താനുള്ള പണം അവനും അവൻ്റെ അളിയന്മാരോട് ഒപ്പിക്കാമെന്ന് പറഞ്ഞു. രാവുണ്ണി ഇപ്പോഴും അകത്താണല്ലോ, അതുകൊണ്ട് നാളെ നീ തൃശ്ശൂർ വരെ ഒന്ന് പോകണം. ശരിയപ്പാ. നീ പറഞ്ഞതൊക്കെ മനസ്സിലായി. കേസിന് കാശ് മുടക്കാൻ സമ്മതിച്ചതേ അത് ഞങ്ങൾക്കൂടെ അനുഭവിക്കേണ്ട സ്വത്തായോണ്ട് തന്നെയാ. അല്ലാണ്ട് ആർത്തി മൂത്ത് ആരോടും ഒരു വാക്ക് പറയാതെ ഇരിക്കണ വീടും പണയപ്പെടുത്തി വലിയ കളി കളിക്കുമ്പോൾ അപ്പനോടെ വലിയ സിമ്പതി ഉണ്ടായിട്ടൊന്നും അല്ല. ഇന്നലെ ഞങ്ങൾ വക്കീലിൻ്റെ അടുത്ത് പോയിരുന്നു. പുള്ളിക്കാരൻ വക്കാലത്ത് ഏറ്റെടുത്തു. ഞങ്ങൾ അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി വരുന്ന കാശ് ഞങ്ങൾ തന്നെ പുള്ളിക്ക് നേരിട്ട് കൊടുത്തോളാം എന്ന് വെച്ചാൽ അപ്പൻ തന്ന കടയും പൂട്ടി സ്ഥലം വിട്ട നിന്നെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന്. എന്നെ ആരും വിശ്വസിക്കേണ്ട. എനിക്കാരെയും കാശും വേണ്ട. പക്ഷെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ ചങ്കും കരളും പഠിച്ചെടുക്കുന്നതിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ അപ്പനോട് തന്നെ കാണിക്കണം ചേട്ടാ. എന്താടാ നീ പറഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞ അപ്പനെ തമിഴ്നാട്ടിൽ കൊണ്ടിടാൻ? അതൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചി, ഇനി എന്താ വേണ്ടേന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടേ. നീ മിണ്ടാതിരിക്കാൻ. അപ്പനെ നീ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. മരിക്കുന്നവരെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പനെ. നീ നോക്കും ചേച്ചി, എനിക്കറിയാം. എന്നിട്ട് അപ്പം കഴിച്ച ഭക്ഷണത്തിൻ്റെയും വലിച്ച സിഗരറ്റിൻ്റെയും കണക്കൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി നീ ഷെയർ ചെയ്യിക്കും. അവസാനം കടക്കാർ വന്ന് അപ്പനൊരു ശല്യമാകുമ്പോൾ വല്ല ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിടും. എന്നിട്ട് അതിന് ചിലവായ കാശിൻ്റെ ഷെയർ ഒന്ന് ചോദിക്കും. ജോമോനെ, അവള് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. അപ്പൻ ഇത്രയും നാൾ സമ്പാദിച്ചത് മുഴുവൻ അപ്പൻ തന്നെ നശിപ്പിച്ചില്ലേ? എല്ലാം നശിപ്പിച്ചല്ലോ ഡോക്ടർ അൽഫോൻസ്. നിന്റെ ഈ ഡോക്ടർ സ്റ്റേറ്റസും പെങ്ങന്മാരിയിരിക്കുന്ന വെൽ സെറ്റിൽ ഭർത്താക്കന്മാരൊക്കെ അപ്പൻ്റെ സമ്പാദ്യങ്ങൾ തന്നെയാണ്.